നമസ്കാരം. ഇന്ന് നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാം. അടുത്തുള്ള അതായത് ജൂലൈ 18 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? നമുക്ക് വർഷം അറിഞ്ഞാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17 കേട്ടോ. 2000 ഒക്ടോബർ 17 ഇതിൽ നമ്മുടെ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഇലക്ട്രോണിക് പണമിടപാടുകൾക്കൊരു നിയമസാധുത നൽകുന്നതിനുമായി നിർമ്മിച്ച IT ആക്റ്റാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സന്തോഷ് ട്രോഫി ഫുട്ബോൾ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ്. ഇപ്പോൾ രഞ്ജി ട്രോഫി ആയിരുന്നെങ്കിലോ അത് ക്രിക്കറ്റ് രഞ്ജി ട്രോഫി ആയിരുന്നെങ്കിൽ അത് ക്രിക്കറ്റ് ആയേനെ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിയ്യപുരം. ഓപ്ഷൻ എ വിയ്യപുരം. നിങ്ങൾ LGSൻ്റെ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതല്ല 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ 20 days MCQ ചലഞ്ചിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിയ്യപുരം. കേരളത്തിൽ വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്ത ചോദ്യം എന്താണ്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ് ഡോക്ടർ വി നാരായണനാണ്. ദെൻ താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? അതായത് ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന രീതിയിൽ കേട്ടോ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? നോക്കി. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു, ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ്, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഏതാ കറക്റ്റായിട്ട് വരുന്നത്? തെറ്റായത് ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് ഈ ധമനികളിൽ അല്ലെങ്കിൽ ആർട്ടറീസ് അതിൽ രക്തം വളരെ ഉയർന്ന മർദ്ദത്തിലാണ് ഒഴുകുന്നത്. അപ്പോൾ രക്തം പിന്നോട്ട് ഒഴുകാനുള്ള സാധ്യതയില്ല. അതിനാലാണ് അവയിൽ എന്തില്ലാത്തത്? വാൽവുകൾ ഇല്ലാത്തത് കേട്ടോ. വാൽവുകൾ കാണപ്പെടുന്നത് എവിടെയാ? അത് സിരകളിലാണ്, വെയിൻസിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 ഓപ്ഷനും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത് എക്സാമിന് പോകുന്നതിന് മുമ്പ് 3 ഓപ്ഷനും കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകാം. എന്തൊക്കെയാണ്? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം വഹിക്കുന്നു. പിന്നെയോ ഇലാസ്തികതയുള്ള കട്ടിയുള്ള ഭിത്തിയാണ്. കൂടാതെ ഉയർന്ന മർദ്ദത്തിലാണ് രക്തം ഒഴുകുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാ? അത് മഹാധമനിയാണ് കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ, മഹാധമനി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാക്കുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏതാണ്? നമ്മൾ പഠിച്ചതായിരുന്നല്ലേ കുട്ടികളിലുള്ള അവസ്ഥയും മുതിർന്നവരിലുള്ളതും. അതിൻ്റെ 2 പേരുകളും നമ്മൾ പഠിച്ചതാണ്. ഏതാ? വൈറ്റമിൻ ഡി ആണ് കേട്ടോ. അപ്പോൾ വരുന്നത് ഓപ്ഷൻ സി അതെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾക്ക് ആവശ്യമായ കാൽസ്യം ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയും എല്ലുകൾ ബലമില്ലാതെ വളയുകയും ചെയ്യുന്ന രോഗത്തെയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? നിശാന്തത. ബി ആണെങ്കിലോ? B1 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്. ബി ബെറി സി ആണെങ്കിലോ? സ്കർവി. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പവിത്ര, ഗിരിജ, ഹ്രസ്വ, ജയ. ഏതാണ്? ഗിരിജയാണ് കേട്ടോ. പവിത്രയും ഹ്രസ്വയും ജയ് നെല്ലിൻ്റെ ഇനങ്ങളാണ്. പക്ഷേ ഗിരിജ എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ ഇനമാണ് കേട്ടോ. ഗോതമ്പാണ് കേട്ടോ, നെല്ലിൻ്റെ സങ്കര ഇനമല്ല. അടുത്തത്, പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പേപ്പാറ വന്യജീവി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരം പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. 1983 ഇത് സ്ഥാപിതമായത്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന
പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഏതാ? ഇതൊക്കെ PSC മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏതാണ്? നിശബ്ദ വസന്തം അല്ലേ? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിങ് 1962 റേച്ചൽ കാഴ്സൺ എഴുതിയ ലോകപ്രശസ്തമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിങ് അല്ലെങ്കിൽ എന്താണ് നിശബ്ദ വസന്തം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് മില്ലറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ഖാദർ വാലിയാണ് കേട്ടോ. ഡോക്ടർ ഖാദർ വാലിയാണ്. ചെറുധാന്യം അല്ലേ, തിന അല്ലെങ്കിൽ ചെറുധാന്യം, നമ്മുടെ ചാമ, തിന, നമ്മുടെ റാഗി അല്ലേ, അങ്ങനെയുള്ളതിനെ പറ്റി പഠിക്കുന്നതും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവയുടെ കൃഷി ഇന്ത്യയിൽ വ്യാപകമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത സ്വദേശിയാണ്. ഒരു മൈസൂർ സ്വദേശിയായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഖാദർ വാലി. അദ്ദേഹത്തെ മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. ബാക്കി MS സ്വാമിനാഥൻ നമുക്കറിയാമല്ലേ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. ഇന്നലെയും കൂടി നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദെൻ ബ്രാൻഡിഡ് നമ്മുടെ ഫോറസ്ട്രിയുടെ പിതാവ് അല്ലേ, ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന കൈലാഷ് അല്ലേ, ടൈഗർ മാൻ. അതെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൊക്കെയിൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? കൊക്കെയിൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ബ്രസീൽ. ഓപ്ഷൻ ഡി ബ്രസീലാണ് കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ലഹരി മരുന്നായിട്ട് അത് ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന കടുത്ത മാനസിക ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന ശരീരത്തിലെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന കലിക്സ്കോക്ക എന്ന തരം വാക്സിനാണ് ബ്രസീൽ വികസിപ്പിച്ചെടുത്തത്. അടുത്തത്, ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ആറ്റത്തിനുള്ളിൽ കാണുന്നത് ഏതൊക്കെയാണ്? ഒരാറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ്, അതിൽ കാണുന്നത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും പിന്നെയോ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുമാണ് അല്ലേ. അതെ, അതിനെ ന്യൂക്ലിയോണുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്ത ചോദ്യം, ഇതിൽ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോണോ? ജെയിംസ് ചാഡ്വിക്ക് അല്ലേ. അതെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ശൂന്യതയല്ലേ? ശൂന്യതയാണ് കേട്ടോ. ഓപ്ഷൻ എ ശൂന്യത. ഇതിൽ ജസ്റ്റ് ഓപ്ഷൻസ് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്താൽ മതി. ഓപ്ഷൻ നോക്കണ്ട നിങ്ങൾ. ആൻസർ എന്താണ്? വാക്വം അഥവാ ശൂന്യതയാണ് കേട്ടോ. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. തടസ്സങ്ങളൊന്നുമില്ലാതെ ശൂന്യതയിലാണ് പ്രകാശവേഗത ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, ദൂരം, സ്ഥാനാന്തരം, സമയം, മാസ്. അതിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സ്ഥാനാന്തരമാണ്. എന്തുകൊണ്ടാണ്? സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. വെക്റ്റർ ക്വാണ്ടിറ്റി, അതായത് അതിന് ദിശയും ഉണ്ടാവും അളവും ഉണ്ടാവും. എന്നാൽ ദൂരം, സമയം, മാസ് അവയെല്ലാം എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അവയ്ക്ക് എന്താ ഉള്ളൂ? അളവ് മാത്രമേ ഉള്ളൂ. എന്തുണ്ടാവില്ല? ദിശ ഉണ്ടാവില്ല. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കാം. അപ്പോൾ ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്? സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത ചോദ്യം, അലൂമിനിയത്തിൻ്റെ അയര് ഏതാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഹെമറ്റൈറ്റ് എന്തിൻ്റെയാണ്? ഹെമറ്റൈറ്റ് ഇരുമ്പിൻ്റെയാണ് കേട്ടോ. നമ്മുടെ കുപ്രൈറ്റ് എന്തിൻ്റെയാണ്? ചെമ്പിൻ്റെ അല്ലേ. ചെമ്പിൻ്റെയാണ്. ദെൻ കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ഉയർന്ന കലോറിക മൂല്യം ഉള്ള ഇന്ധനം ഏതാണ്? ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഓപ്ഷൻസിൽ ഏതാണ്? ഹൈഡ്രജൻ ആണല്ലേ. 1 ഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ താപോർജ്ജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലോറിക് വാല്യൂ അല്ലെങ്കിൽ കലോറിക മൂല്യം എന്ന് പറയുന്നത്. 1 ഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവ് അല്ലേ. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഇതാണ് ഹൈഡ്രജൻ. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ സൗരപഠന ദൗത്യം ഏതാണ്? ആദിത്യ
L1 അല്ലേ, സിമ്പിളാണ്. ആദിത്യ L1 ആണ്. ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായിട്ട് ഉള്ള ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ നമ്മൾ പഠിച്ചതായിരുന്നു, ഓർക്കുന്നുണ്ടോ? നിസാർ പഠിച്ചത് കറണ്ട് അഫയേഴ്സിലായെന്ന് തോന്നുന്നു. നിസാർ ഏതൊക്കെയാണ്? നാസയുടെയും ഇസ്രോയുടെയും സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ അതല്ലേ? അതെ, അതാണ് NISAR എന്ന് പറയുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് നിസാർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഡെങ്കിപ്പനി. ഏതാ? ഡെങ്കിപ്പനിയുടെ കൊതുകാണല്ലേ, ഡെങ്കിപ്പനി കൊതുക്. ഡെങ്കിപ്പനി ഏത് കൊതുകാണ്? ഡെങ്കിപ്പനി എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണല്ലേ. അത് പ്രധാനമായും ഈഡിസ് ഈജിപ്തി ഇനത്തിൽപ്പെട്ട കൊതുകുകളുടെ കടിക്കുന്നത് വഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അടുത്തത്, സിക്ക വൈറസ് പരത്തുന്ന കൊതുക് അതേതാണ്? സിക്ക വൈറസ് അത് ഈഡിസ് കൊതുകാണ് കേട്ടോ. സിക്ക വൈറസ് പരത്തുന്നതും ഈഡിസ് കൊതുകാണ്. ദെൻ മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? മലേറിയ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചേ ഉള്ളൂ മലേറിയയുടെ കാര്യം. ഏതാ? അനോഫിലസ് കൊതുകല്ലേ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ മൂലമുണ്ടാകുന്നതാണ് മലേറിയ അല്ലേ. അത് പരത്തുന്നത് പെൺ അനോഫിലസ് കൊതുകുകളാണ് അല്ലേ, ക്യൂലക്സ് കൊതുക് ഏതാ പരത്തുന്നത്? മന്തുരോഗം അല്ലേ, മന്തുരോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകാണ്. ഈഡിസ് കൊതുക് സിക്ക ഡെങ്കിപ്പനിയൊക്കെ പരത്തുന്നതാണ്. അടുത്ത ചോദ്യം, അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ചിക്കൻ ബോക്സ് അല്ലേ. ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന വാരിസെല്ല സോസ്റ്റർ എന്ന ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണല്ലേ. അതിന് മാനസിക സമ്മർദ്ദമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദരോഗം, പ്രമേഹം എന്നിവയെല്ലാം അമിതമായ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് മൂലം ശരീരത്തിൽ എന്ത് സംഭവിക്കും? കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗമാണ്. അടുത്ത ചോദ്യം, കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാ? നോക്കി, ഓപ്ഷൻസ് ഒന്ന് നോക്കി. ഏതാ വരുന്നത്? മുകളിൽ പറഞ്ഞവയെല്ലാം വരാം അല്ലേ. അതായത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതും ഇപ്പം മോശം ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയും കാരണം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് ഈ പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം എന്നിവയെല്ലാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതിൽ വരുന്നതാണ് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ കരൾ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. 24ാമത്തെ ചോദ്യം, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി. നമുക്ക് ഓപ്ഷൻസ് ഒന്നും നോക്കുക പോലും വേണ്ട, അല്ലാതെ പറയാം അല്ലേ. ഏതാണ്? അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം പറയാൻ പറ്റില്ല. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത്, പതിവായ വ്യായാമം, മിതമായ ഉറക്കം അല്ലെ മതിയായ ഉറക്കം, അതൊക്കെ അപ്പം തന്നെ നമുക്ക് അല്ലാന്ന് പറയുന്നത്. എന്താണ്? ഭക്ഷണത്തിൽ അമിതമായ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ഉപയോഗിക്കുന്നത് രക്തക്കുഴലുകളിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും അത് രക്തസമ്മർദ്ദം ഉയരാൻ അല്ലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനും കാരണമാകുന്നുണ്ട്. അപ്പം എന്താണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്? ഏകദേശം എൻ്റെ ഒരു ഓർമ്മ വെച്ച് 5 ഗ്രാമിൽ താഴെ ഉപ്പ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണല്ലേ ഓരോ ദിവസവും ഒരു വ്യക്തി, അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കാണാതെ പഠിച്ചതാണല്ലേ. ഏതാണ്? ആർദ്രം മിഷനാണ് അല്ലേ. അതെ, താലോലം, സ്നേഹസാന്ത്വനം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതായിരുന്നു. ഏതായിരുന്നു താലോലം എന്ന് പറയുന്നത്? കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതി. സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ളത് അല്ലേ. അപ്പം ഇത് ഓർത്തിരിക്കുക, ആർദ്രം മിഷനാണ്. അപ്പോൾ 25 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്തടുത്ത് നമ്മൾ പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക്